പോയി തിരിച്ചു വരുമ്പോൾ എങ്ങനെയാവും അവൻ്റെ കുടുംബത്തേക്ക് വരിക? ഓലയുടെ മടല് ഇല്ലി കെട്ടി ഒരു ചൂട്ടുണ്ടാക്കിയിട്ട് കത്തിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ വീശും. 5-6 ആളുണ്ടെങ്കിൽ ചെയ്യും. ചൂട്ട് കൈ പിടിച്ചവൻ എവിടെയാ നടക്കുക? ചൂട്ട് കൈ പിടിച്ചവൻ മുമ്പിലെ നടക്കുക. ടോർച്ച് കൈ പിടിച്ചവൻ എവിടെയാ നടക്കുക? ടോർച്ചാണ് കയ്യിലുള്ളത് നോക്കിക്കോളൂ. ആ ടോർച്ചുകാരനെ എവിടെയാണ് നടക്കുന്നത്? പിമ്പിലെ നടക്കുക അല്ലേ? ചൂട്ടുകാരനോ മുമ്പില്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ചുട്ട് വീശി വീശി പോകുമ്പോൾ പിമ്പിലുള്ളവര് നല്ല സൗകര്യമായിട്ട് അങ്ങോട്ട് പോകും. ഈ ചൂട്ട് കയ്യിലുണ്ടെങ്കിൽ എന്തോ വരില്ല? നായ വരില്ല, പാമ്പ് വരില്ല, ഈ പുലിയും വരില്ല. എന്താ കാരണം? തീയൻ ചൂടും കണ്ടായിട്ടൊന്നും വരില്ല. കാട്ടിക്കൂടി പോകുമ്പോഴും ഈ ജന്തുക്കളൊന്നും വരില്ല. പക്ഷെ നല്ല വെളിച്ചം ഉണ്ടാവും. ഇരുട്ടും വിഷമില്ല. പാമ്പോളെയും ഈ ജന്തുക്കളെയൊന്നും പേടിക്കാതെ മുമ്പിൽ. അപ്പൊ ഈ അഗ്നി ചൂട്ട് എപ്രകാരത്തിലാണോ പിമ്പിലുള്ളവരെ ലക്ഷ്യത്തിലേക്ക് നയിക്കണത്, അതുപോലെ അഗ്നിയാണ് നമ്മളെയൊക്കെ മുമ്പിൽ നിന്ന് നയിക്കേണ്ടത്. ഈ അഗ്നി പുരോഹിതനാണ്. അഗ്നിയാണ് നമ്മൾ ഭജിക്കണത് അല്ലേ? യജ്ഞത്തിന്റെ ദേവനാണ്, ഋത്വിക്കാണ് അല്ലേ? ഇതൊക്കെയാണ് അഗ്നി. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അഗ്നീച്ച നമ്മൾ അടുപ്പിൽ തീപ്പെട്ടി അരച്ചുണ്ടാക്കിയ സാധനമാണോ? അല്ല. അഗ്നീച്ച എന്താണ്? പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സത്തയായ പ്രകാശം. അതിനെന്ത് വിളിക്കും? ചിന്തിച്ച് വിളിച്ചോളൂ. ബ്രഹ്മേരി പരമാത്മേരി ഭഗവാൻ ഇതി ശബ്ദത്തെ. ബ്രഹ്മം എന്ന് പറയണോ, പരമാത്മാവ് എന്ന് പറയണോ, ഭഗവാൻ എന്ന് പറയണോ, ഭഗവതി എന്ന് പറയണോ, എന്താ വേണ്ടിച്ച പറഞ്ഞോളൂ. എന്ത് പറഞ്ഞാലും വിരോധമില്ല. സാധനം അതാണ് അഗ്നി. ഇതിൻ്റെ പ്രത്യേകമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു പരമമായ പ്രകാശത്തിൻ്റെ സാന്നിധ്യം, ഈശ്വരീയമായ വെളിച്ചം എല്ലാ മഹിമയിലും പടർന്ന് കയറി കിട്ടണം. അതിനാണ് നമ്മൾ എന്തിൻ്റെയും മുമ്പിൽ ആദ്യം എന്ത് ചെയ്യുന്നത്? വിളക്ക് കത്തിക്കാറ്. അപ്പം എന്നാൽ അതിലെ കുറേയും കൂടി കേമായതാ ചെയ്യണമെന്ന് വെച്ചാൽ വിളക്ക് മാത്രം പോരാ. എന്ത് ചെയ്യും? ഹോമകുണ്ടത്തിലിട്ട് കത്തിക്കും. കുറച്ചുകൂടി വലിയത്. എന്താണ്? ഗണപതി ഹോമം. പുതിയ വീട് പണിത് അതിലേക്ക് കയറി പാർക്കുക. അപ്പം എന്ത് ചെയ്യും? അതൊക്കെ കത്തിച്ച് വയ്ക്കും. അത് കൂടാതെ എന്ത് ചെയ്യും? വലിയ ഹോമകൂട്ടത്തില് ഹോമം കഴിക്കും. അതല്ലേ ഹോമം ചേട്ടാ? അഗ്നിയാണ്. എന്തോ അഗ്നി സാന്നിധ്യം. ഈ അഗ്നി നമുക്ക് വളരെ പ്രധാനമാണ്. അഗ്നി ഇല്ലാതെ ഈ ഭാര്യയെ നമ്മളെ സംബന്ധിച്ച അഗ്നിക്ക് ഒരു പ്രാധാന്യം, ഈ ഒരു പ്രതീകാത്മകമായ പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തിനും വിളക്ക് കത്തിക്കുന്നതും നന്മയിലും. ഈ ഒരു പ്രതീകാത്മകമായ നന്മയോടുള്ള നമ്മുടെ ഒരു അഭിവാഞ്ചയില്ലേ, ആ അഭിവാഞ്ചിയാണ് എന്തിനും വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ വിളക്ക് കത്തിക്കാൻ വിഷമമുള്ളവർ എന്തിനും ആഗ്രഹിക്കുന്നവരായിരിക്കും, എന്തിനും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. കുട്ടികളോ വിളക്ക് കത്തിക്കുന്നതിനൊരു വിളക്കിൻ്റെ വെളിച്ചത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ഈ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഒരു വലിയ പ്രകാശം, ഒരു നന്മ ലോകത്തിനുണ്ടാവട്ടെ എന്നാണ് വിചാരിക്കണം. വിളക്ക് വേണ്ട, ഞങ്ങൾ വിളക്ക് കത്തിക്കില്ല, അത് മോശമാണ് എന്നൊരു കൂട്ടർ വിചാരിച്ചാൽ അവരെന്തിന് വിരോധികളായിരിക്കും. ആരെയും കുറ്റം പറഞ്ഞതല്ല, മനസ്സിലാവില്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ഹിന്ദുധർമ്മത്തിൻ്റെ, സനാതനധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതൊന്നും അങ്ങനെ ഈ ഒരു നന്മയുടെ വെളിച്ചത്തിൻ്റെ വഴി കൂടി വർദ്ധിച്ചു വന്നതാണ്. ഇല്ലെങ്കിൽ എത്ര കാലമായിട്ട് എന്തൊക്കെ തരത്തിൽ ഇവിടെ അധിനിവേശ ശക്തികൾ വന്നിട്ട് നശിപ്പിച്ച തകർത്തിട്ടുണ്ട് നമ്മളെ. ഇപ്പോഴൊന്നും ദിവസം കേൾക്കണ്ടേ? അവിടെ തകർത്തു, അങ്ങനെ പണിതു, ഇവിടെ തകർത്തു, ഇങ്ങനെ പണിതു, അത് കോടതി കേസാണ്, മറ്റൊരു കോടതി കേസാണ്, അവിടെ തർക്കണ്ട, ഇവിടെ തർക്കണ്ട. ഇതൊക്കെ നമ്മൾ എന്നും കേൾക്കണില്ലേ? എന്തിനും നമ്മുടെ നാട്ടിൽ തന്നെ നടന്നു നോക്കൂ. എത്ര സമ്പ്രദായങ്ങൾ നശിച്ചെന്താ കടന്നും പോയി. ഞാൻ തിരുവനന്തപുരത്ത് ആ ഭാഗത്ത് പോയി നോക്കും. ഒരു സംഗതിക്ക് ഒരു ഓടിന് പോലും ഒരു പട്ടിക കാലം കൊണ്ട് ദ്രവിച്ചിട്ടുണ്ടാവുന്നല്ലാതെ ഒരു തല്ലിയതും തകർത്തതും പൊളിച്ചതും അവിടെ കാണില്ല. എന്താ കാരണം? അധിനിവേശക്കാർ അവിടേക്ക് കയറിയിട്ടില്ല. തിരുവിതാംകൂറിലേക്ക് ആരും കയറിയിട്ടില്ല. അധിനിവേശത്തിലെ അക്ബർ, നമ്മുടെ ഈ എന്താണ് ഹൈദരായിക്കോട്ടെ, ഹൈദരുടെ മകൻ ടിപ്പു എന്ന് പറഞ്ഞവനായിക്കോട്ടെ, ഇവന്മാരൊന്നും എവിടേക്ക് കയറിയിട്ടില്ല, അങ്ങോട്ട് കയറിയിട്ടില്ല. അവർ നമ്മുടെ നാട്ടിൽ തന്നെ ഇറങ്ങി തകർത്ത് നശിപ്പിച്ച് പലജാതി വിഷമം കാണിച്ചു. ഇതൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിച്ച് പഠിച്ചിട്ടില്ലേ, മനസ്സിലാക്കിയിട്ടില്ലേ? നമ്മുടെ പൂർവികന്മാരായ കാരണന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ട് അങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള നാശങ്ങളും തകർക്കലുകളും ഉണ്ടായി. അത് കാരണം ഇങ്ങനെയൊക്കെ തകർത്തിട്ടും നശിപ്പിച്ചിട്ടും എന്തൊക്കെ തരത്തിൽ ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാർ നമ്മുടെ സമ്പ്രദായത്തെ എന്തൊക്കെ പറഞ്ഞ് അപമാനിക്കുന്നുണ്ട്. എന്നാൽ വേറെ ചിലരെ അബദ്ധത്തിൽ പോലും പറയാതിരിക്കാൻ അവർ എത്ര ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഓരോരുത്തർ പറഞ്ഞ് മെഴുകണത്, ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെ മെഴുകണത്. ശരിയല്ലേ? അത് നമ്മുടെ സമ്പ്രദായത്തിനൊക്കെ വല്ലതായിരുന്നു വെച്ചാൽ എന്തൊക്കെ പറയും. നമ്മുടെ അച്ഛൻ അപ്പൂപ്പന്മാരുടെ അപ്പൂപ്പന്മാരെയൊക്കെ തെറി വിളിക്കില്ലേ?
എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയൂ? ഇങ്ങനെയൊക്കെ രാഷ്ട്രീയക്കാര് വേറെ സമ്പ്രദായക്കാരാച്ച അവര് ഇതൊന്നും ബോധ്യമില്ലാത്തവരാച്ച ഇവരൊക്കെ നമ്മളെ നിന്ദിച്ചും പരിഹസിച്ചും നമ്മുടെ ആചാര്യന്മാരെ നിന്ദിച്ചും പരിഹസിച്ചും നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പുച്ഛിച്ചും തുപ്പിയും അതിനെയൊക്കെ അങ്ങനെ നിന്ദിച്ചിട്ടും ഇപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ വന്നിരിക്കണില്ലേ? ഉണ്ടോ ഇല്ലേ? എന്തുകൊണ്ട്? ഏത് മിഷണറിക്കാരൻ്റെ പ്രസംഗം കേട്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്? ഹിന്ദുമത പ്രചാരകനായ മിഷണറിയുടെ പ്രഭാഷണം കേട്ടിട്ട് അതിൽ എൻ്റെ രൂപം ഇങ്ങനെ മറ്റേത് ജലി മാറ്റി തന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നവരാരെങ്കിലും കൈ മതി കാണാനാണ്, നിർത്തി പോകാനാണ് പറ്റും. ഉണ്ടോ ഇല്ലേ? ഇതിഹാസം പറഞ്ഞതല്ല, വ്യത്യാസം മനസ്സിലാക്കണേ. നമ്മൾ മനസ്സിലാക്കണം. അന്യന്മാരെയൊക്കെ എത്തിക്കാനല്ല കേട്ടോ. അവരവരുടെ മട്ടിലെന്താ ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ മട്ടന്മാതിരി അങ്ങനെ അവനെ കുറിച്ചൊരു ബോധ്യമുണ്ടല്ലോ. അർത്ഥം ഇങ്ങനെ വല്ല കണ്ട നിസ്സാരമായത് കൊടുത്ത് വശീകരിച്ചും പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും ഈ ധർമ്മത്തിൽ സ്ഥിതി ചെയ്തവരല്ല നമ്മൾ പറഞ്ഞത്. നമ്മൾ ആ പഴയ ആ വെളിച്ചത്തെ മുറുകെ പിടിച്ചിരുന്നവരാണ് നമ്മളിരുന്നു. അന്ന് വിശാത്തി കാണിച്ചിട്ടും വാള് കാണിച്ചിട്ടും പ്രലോഭിപ്പിച്ചിട്ടും നമ്മളെ പ്രജാതിയിൽ മാറ്റാൻ നോക്കിയിട്ടും ധീരതയോടെ പിടിച്ചു നിന്നവരാണ് നമ്മൾ. അന്ന് ധീരത ഇല്ലാണ്ട് പോയവരാണ് നമ്മളെ അഞ്ചത്തേക്ക് കയറുന്നവരൊന്നും കൂടി പലപ്പോഴും മനസ്സിലാക്കേണ്ടതായിട്ട് ശ്രദ്ധിച്ചോളൂ. ഒന്നും ആരെയും എതിർക്കാനും നിന്ദിക്കാനും പറഞ്ഞതല്ല, അവനെ കുറിച്ചൊരു ബുദ്ധി ഉണ്ടാവാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങനെ വന്നത് അതവിടെ പറഞ്ഞത്. അഗ്നി വളരെ പ്രധാനമാണ്. നമ്മൾ എന്തിനും മുമ്പിൽ എന്ത് വെക്കണത്? അഗ്നി സാക്ഷിത്വം കാണിക്കരുത്. ഇവിടെ നോക്കൂ, ഈ വാനരശ്രേഷ്ഠന്മാരും നമ്മുടെ ഈ മാനവശ്രേഷ്ഠന്മാരും കൂടി ഒരു സന്ധി ചെയ്യുമ്പം അതിൻ്റെ നടക്കും എന്തുണ്ട്? അഗ്നി പ്രധാനമായിട്ടുണ്ട്. അതാണ് അഗ്നി ദിവ്യമാനം തതോ വന്യം പുഷ്പൈരഭ്യർച്ച്യ സൽകൃതം. പൂവൊക്കെ പൂജിച്ച വിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം തയോർ മധ്യേ രഥസുപ്രീതോ, അതിനെ നടുക്ക് വെച്ച് സന്തോഷത്തോടെയാണ് അവർ സഖ്യം ചെയ്തത്. ഈ വാനരന്മാരും ഈ രാമലക്ഷ്മണന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്തു പറഞ്ഞിട്ട് ഇതേ പറഞ്ഞതാണെങ്കിൽ സുഗ്രീവൻ എൻ്റെ വിഷമം പറഞ്ഞു. എൻ്റെ ഈ ജ്യേഷ്ഠൻ ഭാര്യ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുക കാരണത്താൽ കഷ്ടത്തിലായിട്ടാണ് ഞാൻ ഇങ്ങനെ ലോകം മുഴുവൻ അന്യം തിരിഞ്ഞ് നടക്കുകയാണ്. എനിക്ക് ഈ പർവ്വതത്തിൻ്റെ മുകളിൽ ആണ് താമസിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പുറത്തേക്ക് താഴേക്ക് ഇറങ്ങി വന്ന ആര് കൊല്ലും? ഭാര്യ എന്നെ കൊല്ലും. അതുകൊണ്ട് ഞാൻ ഇവിടെ വളരെ കഷ്ടത്തിലായിട്ട് താമസിക്കണം. തന്നെയല്ല, എൻ്റെ ഈ ഭാര്യ, എൻ്റെ രാജ്യം പോയി, എൻ്റെ ഭാര്യ ആര് പിടിച്ചുകൊണ്ടുപോയി? സുഗ്രീവൻ്റെ ഭാര്യ രൂമ. ഈ രൂമ ആര് കൊണ്ടുപോയിരിക്കണോ? ഭാര്യ കൊണ്ടുപോയിട്ട് ഭാര്യയുടെ ഭാര്യയായിട്ട് വെച്ചിരിക്കണം. അതുകൊണ്ട് എൻ്റെ കാര്യം കഷ്ടമാണ്. അങ്ങനെ വേണ്ട മാതിരി പരിപാലിക്കണം. ശരി, നന്നായി. അപ്പോൾ എന്താ വെച്ചാൽ രാമനും പറഞ്ഞു, എൻ്റെ ഭാര്യ ആര് കൊണ്ടുപോയി? രാമൻ കൊണ്ടുപോയി. കഷ്ടമുണ്ട്. രണ്ടാളും ഏതാണ്ട് സമദുഃഖിതരാണ്. രാമൻ്റെ രാജ്യം വേറെ രാജ്യയിൽ പോയി, സുഗ്രീവൻ്റെ രാജ്യം വേറൊരു മട്ടിൽ പോയി. രാമൻ്റെ ഭാര്യയെ രാവണൻ കട്ടുകൊണ്ടുപോയി, സുഗ്രീവൻ്റെ ഭാര്യയെ ഭാര്യ കട്ടുകൊണ്ടുപോയി. ഏതാണ്ടൊക്കെ അവിടെ എന്തിനുണ്ട്? സമാന ഒരു ചെറിയ കാര്യം പറയാം. ഈ ശബരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കബന്ധന ആയിക്കോട്ടെ, രാമലക്ഷ്മണന്മാരെ സീതയെ അന്വേഷിച്ച് പോണ സമയത്ത് കണ്ട് വർത്തമാനം പറഞ്ഞപ്പം അവർ പറഞ്ഞത് എന്താണ്? കിഷ്കിന്ധയിൽ ചെന്നോളൂ, സുഗ്രീവനെ കണ്ടോളൂ, സഖ്യം ചെയ്ത് കാര്യം നേടിക്കോളൂ. ആ പറഞ്ഞതിന് പകരം ഭാര്യയെ കണ്ടോളൂ, കാര്യം പറഞ്ഞോളൂ, സംഗതി നേടിക്കോളൂ, പോന്നോളൂ എന്നല്ലേ പറയേണ്ടത്? ഇത് പറഞ്ഞില്ലല്ലോ. അല്ലേ പറയുന്നത്? സർക്കാർ രാമായണം വായിക്കുമ്പോൾ അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കല്ലേ? ഇവരൊക്കെ പറഞ്ഞത് സുഗ്രീവനെ കണ്ടോളൂ, സഖ്യം ചെയ്തോളൂ, എന്നിട്ട് വേണ്ട കാര്യം നടത്തിക്കോളൂ. എന്നാൽ അതിന് പകരം ഭാര്യ മഹാബലവാനാണ്. ഭാര്യയെ കണ്ടോളൂ, ഭാര്യ നടത്തിക്കോളൂ, സഖ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഭാര്യയുടെ അടുത്ത് ചെന്ന് പറയും, ഭാര്യയെ നേരെ വിഷമമായിട്ട് തന്നെ ഒന്ന് നമ്മളെ സഹായിച്ചു വേണം. അപ്പോൾ അതിനകത്ത് എന്താ 2 ദിവസം കൊണ്ട് നേരെയാക്കാം, അങ്ങനെ ചെയ്യാം, ധൈര്യമായിട്ട് ഇരിക്കും. ശരി, രാവണനെ കൊന്നു, അങ്ങയുടെ ഭാര്യ. ഓ സന്തോഷം, അങ്ങയുടെ ഒരു അനുഗ്രഹം കൊണ്ട് എൻ്റെ ഭാര്യ സന്തോഷം. പോയിട്ട് പോയിക്കോളൂ, ഊണിച്ചിട്ട് പോയിക്കോളൂ. രാമൻ എങ്ങനെ പോരേണ്ടി വരുമെന്ന്? രാമൻ എങ്ങനെ പോരേണ്ടതായിട്ട് വരും? ഭാര്യയുടെ മുമ്പിൽ ഇപ്പം രാമൻ എങ്ങനെ പെരുമാറേണ്ടി വരും? ഒരാള് ആശ്രിതൻ, മറ്റേയാള് ആശ്രയദാത. ഭാര്യ ആശ്രയം കൊടുത്തിയാളും രാമൻ ആശ്രയം വാങ്ങിയാണ്. രാമനത് നിൽക്കില്ല. അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ
ഭാര്യയും രാമനും ആകുമ്പം ഇങ്ങനെയൊരു ബന്ധം ഉണ്ടാവുക. സുഗ്രീവനും രാമനായപ്പോൾ ഇങ്ങനെയുള്ള ബന്ധം. സമന്മാർ തമ്മിലാണ് എന്ത് നല്ലത്? സൗഹൃദം നല്ലത്. സമന്മാരല്ലാത്തവർ തമ്മിൽ സൗഹൃദമാവില്ല പലപ്പോഴും. ആശ്രയവും ആശ്രിത എന്നൊക്കെ ആവും. അത് ക്ഷത്രിയനായ വീരന് യോഗ്യയുള്ള ഒരു സമ്പ്രദായമല്ല. അത് മനസ്സിലാവില്ലേ? അത് അങ്ങനെ ചെയ്യാണ്ടിരുന്ന ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവാൻ കാരണം സുഗ്രീവനെ കണ്ടോളൂ. സുഗ്രീവനും സുഗ്രീവൻ പറഞ്ഞു, അങ്ങയുടെ ഭാര്യയെ കണ്ടാൽ പിടിച്ചന്വേഷിച്ച് കൊണ്ടുപോകുന്ന വേണ്ട മാതിരി ഞങ്ങളെ ഉത്സാഹിക്കാം. പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങ് എന്ത് ചെയ്യണം? ഉത്സാഹിക്കാം. രണ്ടു കൂട്ടർക്കും സങ്കടമുണ്ട്. രണ്ട് കാര്യത്തിനും പരസ്പരം യോജിച്ച് പ്രവർത്തിക്കാൻ ഒരു രൂപം ഉണ്ടാക്കി ഇതാണ് സഖ്യം ചെയ്തതിൻ്റെ ഒരു പ്രത്യേകത. ഉപകാരപരം നിത്യം വിഹിതം മേ മഹാകവേ ബാലിനം തം വധിഷ്യാമി തവ ഭാര്യാപഹാരിണം. അതുകൊണ്ട് അങ്ങയുടെ പ്രാർത്ഥന പ്രകാരം അങ്ങയുടെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുപോയവനായ ബാലിയെ ഞാൻ എന്ത് ചെയ്യാം? ഹരിഷ്യാമി, കൊന്നോളാമെന്ന് സത്യം ചെയ്തു. അങ്ങനെ സത്യം ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനും വേണ്ടത് തിരിച്ചെടുക്കാനും വേണ്ടതായ ഉത്സാഹങ്ങൾ ചെയ്യാനാരും സത്യം ചെയ്തു. ഈ സുഗ്രീവാദികളും സഖ്യം ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ സീതയൊക്കെ കൊണ്ടുപോയത് എവിടേക്കാണെന്നൊരു ഉറപ്പില്ല. രാവണനാണ് കൊണ്ടുപോയത് തെക്ക് ഭാഗത്തേക്കാണെന്നൊരു രൂപയുള്ളൂ. തെക്കോട്ടുള്ള വശത്തേക്ക് പോയിട്ട് എവിടേക്കാ പോയതെന്ന് നമുക്കറിയില്ലല്ലോ. തെക്കേക്ക് ഇപ്പം ഇങ്ങോട്ട് പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും അവിടെ നിന്ന് തെക്കോട്ട് പോകുന്നല്ലേ ഉള്ളൂ. പിന്നെ അവരെങ്ങടാ പോയെന്നൊരു രൂപം ആർക്കും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവർ ഈ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ സുഗ്രീവൻ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരിക്കല് ഈ ഋഷ്യമുഖത്തിന്റെ മുകളിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ആകാശത്തിൽ കൂടി പോണ ഒരു സ്ത്രീ കരഞ്ഞ് നിലവിളിച്ച് പോകുമ്പോൾ ഞങ്ങൾ ആരാന്ന് അറിയാനായിട്ട് മുകളിലേക്ക് നോക്കിയപ്പം ആ സ്ത്രീ എന്ത് ചെയ്തു വെച്ചാല് ഒരു മുണ്ടിൽ പൊതിഞ്ഞിട്ട് ഒരു കഷ്ണം തുണിയിൽ പൊതിഞ്ഞിട്ട് കുറച്ച് ആഭരണങ്ങൾ താഴേക്ക് ഇട്ടുണ്ടായി. അതിവിടെ അകത്തിയിരിക്കണം. എന്താണ് ഇപ്പൊ അങ്ങയുടെ ഭാര്യ എങ്ങാനാണ് ആ പോണ പോക്കിൽ പോയത് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങയുടെ ഭാര്യ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. പിന്നെ നേരെ ആകാശത്തേക്ക് നോക്കി ആളെ മനസ്സിലാവില്ല. ഏതാണ് ഈ സ്ത്രീ എന്താണെന്ന് ഞങ്ങൾ നിശ്ചയങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും അത് ആവശ്യം വരും, ഇങ്ങനെ തെളിവിന് ആവശ്യം ഉണ്ടാവിച്ചിട്ടേ. അപ്പൊ ഞങ്ങളത് കൊണ്ടുവന്ന് കാണിക്കുക. അപ്പൊ അത് അങ്ങൊന്ന് നോക്കിക്കോളൂ. അങ്ങയുടെ ഭാര്യയുടെ ആഭരണം അങ്ങനെ കണ്ടാലും പരിചയം ഉണ്ടാവൂലോ. അത് ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? അനയിഷ്യാമ്യഹന്താനി, ആഭരണങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുവരാമെന്നും പറഞ്ഞു. എന്ത് ചെയ്തു? സുഗ്രീവൻ പറഞ്ഞു, അനയസ്വ സഖേ ശീഘ്രം കിമർത്ഥം പ്രതിളംബസേ. അയ്യോ സുഹൃത്തെ, വേഗം കൊണ്ടുവരും, എന്താ താമസം? സുഗ്രീവനോട് ആര് പറഞ്ഞു? രാമ പറഞ്ഞു. അപ്പൊ ഈ ഉത്തരീയ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഉത്തരീയം ഈ രണ്ടാം മുണ്ടല്ലേ, പ്രവർത്തിക്കുന്ന മുണ്ട്, അതിന്റെ വക്കിൽ കെട്ടിപ്പൊഞ്ഞ് ഈ സാധനം വേഗം കൊണ്ടുപോകുന്നു. പൊതി അങ്ങോട്ട് കൊടുത്തു. പൊതി ഇങ്ങോട്ട് എടുത്തിട്ട് എന്താ ഏതെന്ന് അറിയാനായിട്ട് അതിങ്ങോട്ട് വാങ്ങിയിട്ട് രാമൻ കെട്ടഴിച്ചിട്ട് അതിലേക്ക് നോക്കി. ഒന്നും ഇങ്ങോട്ട് നോക്കിയപ്പോഴൊക്കെ ഒന്നും കാണാൻ പറ്റുന്നില്ല. നോക്കിയിട്ട് വെടുപ്പാവണ്ടേ, കണ്ണൊന്നും ശരിയാവണ്ടേ നോക്കിയിട്ട് രാമൻ ഇങ്ങനെ നിലവിളിക്കല് കുടുകൂടാന്ന് കണ്ണീരിങ്ങനെ വരികയാണ്. രാമൻ പൊതി കഴിച്ച് ഇങ്ങനെ നോക്കി അന്താളിച്ച് നിൽക്കുക എന്നല്ലാതെ ഒന്നും മനസ്സിലാവില്ല. രാമൻ പറഞ്ഞു, പശ്യ ലക്ഷ്മണ വൈദേഹ്യ സന്ധ്യകഥം ഹ്രിയമാണയ ഉത്തരീയമിതം ഭൂമൗ ശരീരാൽ ഭൂഷണാനിച്ച. ലക്ഷ്മണ ഉണ്ണെ, നീയൊന്ന് നോക്കൂ, എനിക്കിത് നോക്കി കാണാൻ പറ്റില്ല. വേവലാദ്യമുണ്ട്. ഒന്നങ്ങട് കണ്ണീരോടൊന്നും മനസ്സിലാവില്ലേ? ഉണ്ണി എന്ന് നോക്കൂ, ഒന്ന് നോക്കിയാൽ അറിയാലോ, നമ്മുടെ ഇടത്തമ്മയുടെയാണെന്ന് അറിയാലോ, നോക്കൂ ഉണ്ണി എന്ന് പറഞ്ഞു. ലക്ഷ്മണൻ വലിയ ഭക്തിയോട് കൂടിയിട്ട് ആ പൊതി ഇങ്ങോട്ട് വാങ്ങിയിട്ട് നല്ലോണം നിന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എടുക്കണോ പൊക്കണോ നോക്കണോ, എടുക്കണോ പൊക്കണോ നോക്കണോ. ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ മനസ്സിലാവുന്നില്ല, ഇത് അറിയില്ല, ആരുടെ നിശ്ചയില്ല. വരൂല്ല ആർക്ക്. ലക്ഷ്മണൻ പറയുകയും ചെയ്തു. എന്താ പറഞ്ഞത്? നാഹം ജാനാമി കേയൂരേ നാഹം ജാനാമി കുണ്ടലേ നൂപുരേ ത്വഭിജാനാമി നിത്യം പാദാഭിവന്ദനാൽ. എന്താ പറഞ്ഞത്? നമുക്ക് എനിക്ക് മനസ്സിലാവണില്ലേ? നാഹം ജാനാമി കേയൂരേ. കേയൂരെന്ന് പറഞ്ഞ ഈ തോൾവള, ഈ ഭാഗത്ത് ഇന്നത്തെ കാലത്ത് അങ്ങനെയൊരു ആഭരണമാണ് ഈ തോൾവള എന്ന് പറയുക. കേയൂരം അത് ആരുടെ എനിക്ക് അറിയില്ല. ഞാൻ കണ്ടിട്ടില്ല ആഭരണം, എനിക്ക് ശരിയ.
പിന്നെ നാഹം ജാനാമി കുണ്ടലേ. കുണ്ടല പറഞ്ഞ കമ്മലാണ്. കമ്മല് കാതുകനീന ആഭരണല്ലേ, കമ്മല ആരാധ്യൊക്കെ ഉണ്ടാവില്ല. അതും എനിക്ക് മനസ്സിലാവണില്ലേ ആരുടെയെന്ന്, ഒട്ടും മനസ്സിലാവണില്ലേ. പക്ഷേ ഒരു എടുത്ത് പറഞ്ഞു പുരേതോ അഭിജാനാമി. ഈ കാലമ്പിലാണ് ആഭരണല്ലേ, മൂപ്പുരം പാദസരം എന്ന് പറയില്ലേ, അത് കണ്ടപ്പോ ഇതേ എടുക്കാൻ വേണ്ട. അത് എനിക്കറിയാം, സംശയം കേട്ടോ, സംശയം ഒട്ടും സംശയം വേണ്ട, അതെനിക്ക് നല്ല പരിചയമുള്ളത്. നോപുരേതോ അഭിജാനാമി നിത്യം പാദാഭിവന്ദനാൽ. ഞാനേ എന്നും രാവിലെ കുളിയും ദേവാലയം കഴിഞ്ഞ് വന്ന ഏട്ടനെ എടുത്തമ്മയെ നമസ്കരിക്കാറില്ലേ, അങ്ങനെ നമസ്കരിക്കും. ഇത് ഞാൻ ആ കാലമ്പില് കണ്ടത്, ഇത് എടുത്തമ്മയുടെ സംശയമില്ലേ. മറ്റത് അറിയില്ല, കാര്യം ഉറപ്പിക്കാൻ കണ്ടിട്ടില്ലേ. ഇത് ഉറപ്പിക്കാൻ എടുത്തമ്മയുടെയാണ്. ആരും ഈ ലക്ഷ്മണനാണ് സീത എന്ന് പറഞ്ഞത് നേരത്തെയായിരുന്നു. ഇങ്ങനെ ഇതൊക്കെ അമ്മ താൻ കാട്ടിക്ക് പോരുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് നമസ്കരിച്ചത് അമ്മ എന്താ പറഞ്ഞത്? മക്കളുടെ എന്താ പറഞ്ഞത്? രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജം അയോധ്യാം അടമീം വിദ്ധി ഗച്ഛ താത യഥാസുഖം എന്ന് പറഞ്ഞു പോകുന്ന അമ്മ എന്നങ്ങനെ പറഞ്ഞിട്ടുണ്ടേ. ഇനി ഈ കാട്ടിൽ ചെന്നാലേ ശ്രീരാമചന്ദ്രസ്വാമി ജ്യേഷ്ഠനാണ് അച്ഛൻ. സീതാദേവി അമ്മയെ പോലെ കുട്ടി കണക്കാക്കി തൊഴണം. കാരണം അയോധ്യയായിട്ട് കണക്കാക്കണം കുട്ടിയെ. അങ്ങനെ പുറപ്പെട്ടാൽ പരിഭ്രമിക്കാനൊന്നുമില്ല. പരിഭ്രമിക്കാൻ എന്തിനാണ്? സന്തോഷമായിട്ട് പോയിക്കോളും എന്ന് അമ്മ പറഞ്ഞത് കണക്കാക്കിയിട്ടാണ് ഈ ഉണ്ണി രാവിലെ എന്നും കുളിയും ദേവാലയം കഴിഞ്ഞു വന്ന് ആരെ നമസ്കരിക്കും. അച്ഛനെ അങ്ങനെ നമ്മുടെ ഇടയിൽ സമ്പ്രദായമില്ലേ. അതായത് ഇതിപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ പുതുമയൊക്കെ തോന്നും. നമ്മുടെ ഇടയിൽ പഠിപ്പിക്കാൻ സമ്പ്രദായങ്ങളൊക്കെ വേറെ ഓരോ ജാതി ഒരു ദുഷ്ട സമ്പ്രദായങ്ങളും കൂടിയാണ്. അതായത് ഹൈന്ദവമായ നമ്മുടെ എല്ലാ സമ്പ്രദായങ്ങളെയും നിന്ദിക്കുക. അതറിയ ഞാൻ ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു കാരണവരെ മുത്തശ്ശൻ്റെ കാര്യത്തിൽ ചെന്ന് നമസ്കരിക്കും. അങ്ങനെ ഈ ചിത്രം നമ്മൾ പത്രത്തിലൂടെയാണ് അതിൻ്റെ അടിയിൽ തന്നെ ചില അഭിപ്രായങ്ങൾ നോക്കണം. മനസ്സിലാവില്ലേ? നമ്മൾ ഇത്ര കൈ പിടിച്ചിട്ട് അവരുടെ കൈപ്പത്തി ഇങ്ങോട്ട് പോരണ മാതിരി കുഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. കെട്ടിപ്പിടിച്ച് ഇവിടെ ഒരു ഉമ്മയും കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യങ്ങളാണ്. മനസ്സിലാവില്ലേ? ഞാൻ ഈ പ്രത്യേക ചടങ്ങിൽ വെച്ച് മറ്റവരുടെ കാലിങ്ങനെ കഴുകി കളിച്ചാൽ അതിനൊന്നും നല്ല കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷെ നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗുരുനാഥൻ്റെ നമ്മുടെ ഒരു മഹർഷിയുടെ കാഴ്ചയിൽ പോയിട്ട് വേറെ ആളെ അഭിവാദ്യം ചെയ്ത് നമസ്കരിച്ചാൽ അടിമത്വത്തിൻ്റെ പ്രതി എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഈ മറ്റേ നാവ് ഇങ്ങനെ പുഴയിലത്തെ കളിക്കോല് പോലെ കുത്തിത്തള്ളി ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. ഭയങ്കര എന്താ എൻ്റേതാവുമ്പോൾ കേമാണ്. മറ്റുള്ള ഇത്രയും മനസ്സിലാവില്ലേ? ഈ നമ്മുടെ ഇടയ്ക്കൊരു സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ് എന്താണെന്നറിയോ? നമ്മളെക്കാൾ മുതിർന്നവർ നമ്മുടെ ഉള്ളിൽ ദേവാലയം നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അമ്മ, അച്ഛൻ, ഗുരുനാഥന്മാർ, നമ്മളെക്കാൾ മുതിർന്നവരായ കുടുംബത്തിൽ ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തി എന്നുള്ളവരൊക്കെ നമ്മൾ ചെയ്യും. ഒരു പാദത്തിൽ അഭിവാദ്യം ചെയ്യും. അഭിവാദ്യം ചെയ്യുമ്പം അഭിവാദ്യം ചെയ്യണ ഉണ്ണി ആ കുട്ടി പെൺകുട്ടി ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും? തലയിൽ കൈ വെച്ചിട്ട് നന്മ ഉണ്ടാവട്ടെ കുട്ടി, നന്നായി വരട്ടെ, നന്നായി വരും, ആയുഷ്യം ഉണ്ടാവട്ടെ, ആരോഗ്യം ഉണ്ടാവട്ടെ, ഇതിന് എന്തുണ്ടാവട്ടെ? ഭാഗ്യം ഉണ്ടാവട്ടെ, നന്മ ഉണ്ടാവട്ടെ, ഐശ്വര്യം ഉണ്ടാവട്ടെ, എന്തെങ്കിലും ഒരു നല്ലത് പറഞ്ഞ് അനുഗ്രഹിക്കും. അതൊരു വലിയ ശക്തിയാണ്. മനസ്സിലാക്കല്ലോ? ഇതിലെന്താ തെറ്റുള്ളത്? ഇത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നത് നല്ല രസമാണ്. അതുപോലെ ഒരു അശ്ലീലല്ലേ. അപ്പോൾ അത് നമ്മൾ അശ്ലീല എന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെയുണ്ടാവും? ഇതൊരു വലിയ കാര്യമായിട്ട് കുടുംബങ്ങൾക്ക് എങ്ങനെയുണ്ടാവും? നമ്മളാരെയാണ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ഏർപ്പാടൊന്നും നമുക്കില്ല. നമ്മുടെ ഇടയിൽ ഇതാണ് പറ്റുക. ഈ മുതിർന്നവരൊക്കെ കാണാൻ അത്രയ്ക്ക് അടുപ്പുള്ള ഗുരുനാഥന്മാരെ മുതിർന്നവരായ മഹാത്മാക്കളെ കണ്ടാൽ നമ്മൾ ഈ വിധത്തിലാണ്. ഞാൻ അത്രയ്ക്ക് അടുത്ത പരിചയമില്ലാത്തവരായ മഹാത്മാക്കളെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? കൈ കൂട്ടിയിട്ട് തൊഴിൽ നമ്മൾ തൊഴിൽ നമസ്കാരം പറഞ്ഞ തൊഴിലേ അതൊരു സമ്പ്രദായം. മറ്റേതോ അടുത്തുള്ളൊരു ഗുരുനാഥാണെന്നും അടുത്ത് പോയി പാദത്തിൽ തൊട്ട് അഭിവാദ്യം ചെയ്ത് നമസ്കരിക്കും. വലത്തെ കൈകൊണ്ട് നമ്മൾ രാവിലെ പറഞ്ഞില്ലേ? വലത്തെ കൈകൊണ്ട് മുകളിൽ കൂടി അദ്ദേഹത്തിൻ്റെ വലത്തെ പാദത്തെയും ഇടത്തെ കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇടത്തെ പാദത്തെയും തൊട്ടിട്ട് അവനവൻ്റെ പേര് പറഞ്ഞ് അഭിവാദ്യം ചെയ്യണമെന്ന് പറയും. സംസ്കൃതത്തിൽ മന്ത്രമായിട്ട് അത് പറയും. അഭിവാദയേ എന്ന് പറഞ്ഞിട്ട് പേര് പറഞ്ഞു. ഇതൊരു ചടങ്ങാണ് നമ്മുടെ ഇടയ്ക്ക്. അഭിവാദ്യം ചെയ്യൂ എന്ന് പറഞ്ഞ് ചടങ്ങനെയാണ്, അഭിവാദ്യം ചെയ്യില്ല എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ നല്ല അഭിവാദ്യം എന്നൊക്കെ പറഞ്ഞ അർത്ഥം വേറെയാണ്. അതല്ല ഇത്. ഇവിടെ നിന്നാണ് അതുണ്ടായത്. ഈ സംസ്കൃത വാക്കിൽ നിന്നാണ് അതുണ്ടായത്. മനസ്സിലാവില്ലേ? ഈ സംസ്കൃതത്തിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളായിട്ട് വേറെ ഓരോ അർത്ഥത്തിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരിക്കലും പ്രയോഗിക്കാൻ നമുക്കത് സംസ്കൃതവും ഇഷ്ടമില്ലേ? അപ്പോൾ അതുകൊണ്ട് എന്തായി? ഇത് ചുണ്ണാമ്പോ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കേട്ട് വഹിക്കും.
ആരെങ്കിലും പറയുന്നത് കേട്ടുന്നുണ്ടാണ്ടിരിക്കുക വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പാടല്ലേ അതാണ് ഉണ്ടായത്. ഇവിടെ ഈ പാദത്തിൽ നമസ്കരിക്കുക, അച്ഛനെ നമസ്കരിക്കുക, അമ്മയെ നമസ്കരിക്കുക, ഗുരുനാഥന്മാരെ ഇപ്പോഴും നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ പോയി ശ്രദ്ധിക്കണം. അവിടെ ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ യൂണിവേഴ്സിറ്റികളിൽ പോയാൽ വലിയ വലിയ കോളേജുകളിൽ പോയാൽ വലിയ വലിയ സ്ഥാപനങ്ങളിൽ അവിടെയൊക്കെ ധാരാളം പോയിട്ടേ അവിടെയൊക്കെ പോയാൽ അവിടുത്തെ കുട്ടികളെ മാഷന്മാരെയൊക്കെ കണ്ടാൽ അവരുടെ പഠിപ്പിക്കുന്ന മാഷന്മാരെയൊക്കെ കണ്ടാൽ എന്താ ചെയ്യാന്ന് പറയൂ. നമ്മുടെ നാട്ടിലെ കുട്ടികൾ എന്താ ചെയ്യുക? ഹായ് മാഷേ അങ്ങനെ വിളിക്കുക ചെയ്യുക, ശരിയല്ലേ? അവിടുത്തെ കുട്ടികളെ മേഷേന്ന് വിളിക്കില്ല. അവരെ ചെന്നിട്ട് ആ കാലത്തോട് ശ്രദ്ധിച്ചിട്ടുണ്ടത് കുഞ്ഞു കാലത്തിൽ തൊട്ട് മറ്റു തൈലേന്ന് കൈ വയ്ക്കും. മാഷന്മാർക്ക് കുട്ടികൾ അങ്ങനെ ഒത്തിരി അഭിവാദ്യം. ടീച്ചർമാരാണെങ്കിലും പോയി അവർ തലയിൽ കൈവയ്ക്കും. ഈ സ്ത്രീകളായ ടീച്ചർമാരും പുരുഷന്മാരായ ടീച്ചർമാരും ഉണ്ടാവുമല്ലോ. രണ്ട് കുട്ടിയും കണ്ട കുട്ടികളാണെന്ന് വെച്ചാൽ അച്ഛനെയും അമ്മയും കണ്ടു. ഒരു കുട്ടി ദൂരെ പഠിച്ച് പഠിക്കാൻ പോയി കുട്ടി തിരിച്ചു വരുമ്പോൾ വിമാനത്താവളത്തിലോ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ കാത്തു നിൽക്കുന്ന അച്ഛനെയും അമ്മയും കണ്ട കുട്ടി എന്താ ചെയ്യാന്ന് പറയൂ? ഓടി വന്നിട്ട് അച്ഛൻ്റെ അമ്മയെ കാല് തൊട്ട് ഒന്ന് തലയിൽ വെച്ചതിൻ്റെ ശേഷം എന്ത് ചെയ്യുള്ളൂ? കെട്ടിപ്പിടുത്തും ഉമ്മ കൊടുക്കലൊക്കെ ഉള്ളൂ. അവിടുത്തെ അതൊരു ആചാരം, അവിടുത്തെ സമ്പ്രദായമാണ്. ഈ പാദത്തിൻ്റെ വെളിച്ചം കൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയതെന്നാണ്. അച്ഛനെ നമസ്കരിക്കുമ്പോൾ അമ്മയെ നമസ്കരിക്കുമ്പോൾ ഒരു വലിയ ഭാവമാണ്. ആ വിനയത്തിൽ നിന്നാണ് ഈ വിദ്യാർത്ഥിയുടെ വളർച്ച. ഇങ്ങനെ പുറപ്പെട്ടവർ അപകടമായി പോവില്ല. എന്താ കാരണം? വന്ന വഴി ഇഷ്ടമുള്ളവരാണല്ലോ. വന്ന വഴി നിശ്ചന്തല്ലേ, എവിടെ നല്ല മഹിമയുടെ പുറപ്പാടാണ്. അതൊരു സമ്പ്രദായമാണ്. ഇതാണ് നമ്മുടെ ഇടയിലത്തെ മൊത്തം. ഇത് പണ്ട് നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉത്തരേന്ത്യയിൽ വലിയ വലിയ പണക്കാരെന്ന് പറയുന്നത് നമ്മൾ കോടീശ്വരന്മാരെന്ന് പറഞ്ഞാൽ ഓരോ പേരിലിപ്പോൾ അങ്ങനെ പറയുന്നവരൊക്കെ ഇല്ലേ? എനിക്ക് അവട്ടെ പേരൊന്നും മൈക്കിൽ കൂടി പറഞ്ഞപ്പോൾ അവർക്ക് പേരുണ്ടാക്കിയ പേരില്ലേക്കൊന്നും വേണ്ട. വലിയ പണക്കാരായിട്ടുള്ള പേരെടുത്ത വലിയ കോടീശ്വരന്മാരായിട്ട് ലോകത്തിൽ തന്നെ ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ എന്നൊക്കെ പറഞ്ഞ കോടീശ്വരൻ ഇവരുടെയൊക്കെ കുടുംബത്തിരിക്കുന്ന ചെറുപ്പക്കാര് കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെയുള്ള അവരുടെയൊക്കെ മുതിർന്നവരെ നമസ്കരിച്ച് കുടുംബത്തെ പ്രായമുള്ള പണിക്കാരുടെ കാലത്ത് കുടുംബത്തായിട്ടും പുറത്തൊക്കെ മറ്റൊക്കെ പണിക്കാർ ധാരാളം ഉണ്ടാകും. അങ്ങനെയുള്ള പ്രായമുള്ള കാരണവന്മാരുടെയൊക്കെ കാല് തൊട്ടിട്ട് അവർ എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിൽ ചെയ്യുക പണി ചെയ്യുകയില്ലേ? എല്ലാ കാര്യം ഇപ്പോഴത്തെ പലയുടെ കാര്യമുണ്ടോ ഇല്ലേ എന്നറിയാത്ത ആൾക്കാരാണ് പണിക്കാരൻ്റെ കാര്യം കാണുന്നത്. അമ്മയ്ക്ക് നമുക്ക് ഇഷ്ടമില്ല, അത്രയും നമ്മൾ കുമ്പിട്ട് കുനിയൊന്നുമില്ലേ. നമ്മൾ ആകെ കുനിയുന്നത് എവിടെയാണെന്ന് അറിയുള്ളൂ. നല്ല കാര്യം നേരിയേക്കാൻ അവിടെ നമ്മൾ കുനിയാനും കുത്തി മറയാനും നാഗപാട്ട് കഴിക്കാനും ഒരു വിഷമില്ല. കിടന്ന് ഉരുളാനും തുള്ളാനും ഒന്നും ഒരു പാടില്ല. ശരിയല്ലേ? എവിടെ മറ്റേ മുമ്പിൽ 5 കൊല്ലം കൂടുമ്പം പിച്ച തണ്ട നമ്മുടെ അടുത്തേക്ക് വന്നവരുടെ മുമ്പിൽ 5 കൊല്ലം നമ്മൾ എന്ത് ചെയ്യണം? പിച്ച തരണം. അവൻ ഒരു തണ്ടുള്ളൂ നമ്മുടെ അടുത്ത്. അതൊക്കെ ആർക്ക് ആരോഗ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഇരുന്ന് ചിന്തിച്ച് തിരിക്കാൻ മതി. നാളെ നമ്മൾ നല്ലോണം പറഞ്ഞോളാം. അവരൊക്കെ തിരുത്തി നന്നായി നല്ല സമ്പ്രദായക്കാരായിട്ട് വരുമ്പോൾ അവരെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാം? നല്ല സമ്പ്രദായമായിട്ട് പറയും. ഇപ്പം എങ്ങനെയാണ് പറയാൻ കഴിക്കും? ഇപ്പം എങ്ങനെയാണ് കാണും? ശരിയോ തെറ്റോ? ശരിയല്ലേ? അപ്പം അവിടെ അല്ല കുമ്പിടുള്ളത്. കുമ്പിട്ട് നമസ്കരിക്കും. വലിയ വലിയ രാജാക്കന്മാരും വലിയ വലിയ മഹാത്മാക്കളും ഒക്കെയും വലിയ വീരന്മാരും ശൂരന്മാരും പ്രഭാവശാലികളും ചെന്ന് ആദ്യം ഏത് കാലത്തിലാണ് നമസ്കരിക്കുക? ആ ഗുരുനാഥന്മാരുടെ കാലത്തിൽ നമസ്കരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? തുടങ്ങുന്നത്. മഹാഭാരത യുദ്ധം തുടങ്ങുകയും ഭാരതയുദ്ധം തുടങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് എല്ലാവരും. ഇങ്ങനെ ഇപ്പൊ തുടങ്ങി എന്ന് പറഞ്ഞ് തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്താണ് യുദ്ധത്തിനൊരു തുടക്കം തുടങ്ങുകയും ശബ്ദം പുറപ്പെടുക പോയിട്ടു. അപ്പോഴാണ് പാണ്ഡവന്മാരും കൗരവന്മാരും ഇങ്ങനെ സന്നദ്ധരായിട്ട് നിൽക്കുമ്പം യുദ്ധത്തിനെ തുടങ്ങാൻ സമയം അതാ തുടങ്ങിയെന്ന് വന്ന കണ്ട സമയത്ത് പാണ്ഡവന്മാരുടെ കൂട്ടത്തില് യുധിഷ്ഠിര മഹാരാജാവ് മുമ്പിലുണ്ട്. കൗരവന്മാരുടെ ഭാഗത്തെ പക്ഷക്കാര് ഭീഷ്മര ദ്രോണര് പ്രഭരക പൗർമാവ് അശ്വത്ഥാമാവ് മഹാത്മാക്കള് ശല്യരെല്ലാവരും അവിടെയുണ്ട്. ഇവിടെ ആണെങ്കിൽ പാണ്ഡവന്മാർ 5 പേര് അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏരാളിയായിട്ട് അങ്ങനെ എല്ലാവരും ഇവിടെയുണ്ട്. ഈ അശ്വത്ഥാമാവാദികളായ ദ്രോണാചാര്യരായ കൃപാചാര്യര് മുതലായ വലിയ വലിയ വീരന്മാര് ഭീഷ്മരെ പോലെയുള്ള അപ്രത്യക്ഷന്മാരായ വലിയ വില്ലാളി വീരന്മാരൊക്കെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് എല്ലാം തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് തൻ്റെ തേരിന് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കിരീടം ഊരി അവിടെ വെച്ചു. പടച്ചട്ട ഉണ്ടായിരുന്നു, അത് ഊരി അവിടെ വെച്ചു. ചെരുപ്പ് ഉണ്ടായിരുന്നു, അത് ഊരി അവിടെ വെച്ചു. കയ്യിൽ വാളുണ്ടായിരുന്നു, അത് ഊരി അവിടെ വെച്ചു. കയ്യിൽ അമ്പും വില്ലും ഉണ്ടായിരുന്നു, അമ്പും വില്ലും ഊരി അവിടെ വെച്ചു. തോളത്തൊരു മുണ്ടും ഉണ്ടായിരുന്നു, ആ മുണ്ടെടുത്ത് കയ്യുമ്പിലിട്ടു. തോളത്തിൻ്റെ മുണ്ട എത്തരിയും അത് കയ്യുമ്പിലിട്ട് അദ്ദേഹം ആരോടും ഇല്ലാതെ തേരുന്നിറങ്ങി നേരെ നടത്താൻ മുമ്പിലേക്ക് നടന്ന അവിടെ ആരുള്ളത്? കൗരവന്മാരുടെ പട ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക. അവിടേക്ക് നേരെ കൈ വീശി ചെല്ലാണ്. കൈ വീശി ചെല്ലുമ്പോൾ എല്ലാവരും നോക്കി നിന്നു.
ശത്രുപക്ഷത്തേക്കാണ് ആര് പോണത്? ശത്രുപക്ഷത്തേക്ക് നേരെ പോകുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കീഴടങ്ങുന്നല്ലേ ഇതിന്റെ അർത്ഥം? എല്ലാവരും ശങ്കിച്ചു, എന്താ ശ്രീകൃഷ്ണ ഭഗവാനൊന്നും വേണ്ടിയില്ല. ഭഗവാൻ പറഞ്ഞു ഇത് കാര്യാക്കണ്ടെന്നാണ്. ഭഗവാനൊന്നും വേണ്ടിയില്ല. ഭഗവാൻ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടപ്പോൾ അർജുനന് മനസ്സിലായി എന്തെങ്കിലും കാര്യം ഉണ്ടാവുന്നു. അല്ലെങ്കിൽ ഇവിടെ വെറുതെ ഇരിക്കില്ല ഇദ്ദേഹം. ആര്? ശ്രീകൃഷ്ണ ഭഗവാനെ കുട്ടി വെപ്പാളാൻ കുട്ടിക്ക് ഭഗവാൻ അങ്ങനൊന്നുമില്ല. എന്തോ കാര്യമുണ്ട്. ഭീമനൊക്കെ അങ്ങനെ നോക്കുക, എന്തിനെ നോക്കാം നിശ്ചയില്ലേ അവർക്ക്. അങ്ങനെ പരാക്രമം കാണിക്കേണ്ട സമയത്താണ് ഈ പോയി പരാജയം ഉണ്ടായ മാതിരിയെ പോണത്. ചെന്ന് ഇദ്ദേഹത്തിന് ചെന്ന് നേരെ ഇങ്ങോട്ട് ചെന്നിട്ട് ആ ദ്രോണാചാര്യരുണ്ടായിരുന്നില്ലേ, ദ്രോണാചാര്യരുടെ കാലത്ത് ചെന്ന ഒറ്റ നമസ്കാരം അനുഗ്രഹിക്കണേ. നന്നായി വിജയി ഭവ ആരനുഗ്രഹിച്ചു. അവിടെ നേരെ മുത്തശ്ശൻ പറഞ്ഞു, മുത്തശ്ശൻ അനുഗ്രഹിക്കണേ വിജയി ഭവ. കൃപാചാര്യരുണ്ടോ, കൃപാചാര്യരെ അനുഗ്രഹിക്കണേ വിജയി ഭവ. അങ്ങനെ അപ്പുറത്ത് അമ്മാവൻ ശല്യരുണ്ട്, ശല്യമാമേ ഉണ്ണേ വിജയി ഭവ. എല്ലാവരും നമസ്കരിക്കേണ്ടവരൊക്കെ നമസ്കരിച്ചു തൊഴുതിട്ട് മഹാരാജാവ് ഇങ്ങോട്ട് പോന്നു. മഹാരാജാവ് ഇങ്ങോട്ട് പോന്നിട്ട് അദ്ദേഹത്തിന്റെ കുപ്പായം എടുത്തിട്ടു. എന്ത് കുപ്പായം? പറിച്ചട്ട. കിരീടം വെച്ചു, വാളവിടെ തൂക്കി, അമ്പുവില്ല് എടുത്തു, കുതിരയുമൊക്കെ അരയിൽ കെട്ടി, ചെരുപ്പെടുത്തിട്ടു. എന്നിട്ട് അദ്ദേഹം വീണ്ടും തേരുന്ന പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ നാട്ടിൽ റിഹേഴ്സലിൽ ഇതൊന്നും ഇല്ല. ഇതില് നമ്മളതൊക്കെ എന്നാലും നോക്കിയപ്പോഴൊന്നും ഇതിലും കഥയിൽ പറഞ്ഞില്ലേ. ഇദ്ദേഹം നേരെ ഇറങ്ങി പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും സൈന്യത്തിന് നടക്ക പോയി നിന്നിട്ട് അദ്ദേഹം കൗരവന്മാരുടെ നേരെ നോക്കി ഒരു കൈ ഓരയ്ക്ക് കൊടുത്തിട്ട് മറ്റേ കൈ ചൂടിയിട്ട് പറഞ്ഞു, ഇനി ആരെങ്കിലും കൗരവ പക്ഷത്തുണ്ടാവുക പാണ്ഡവ പക്ഷത്തേക്ക് ചേരാൻ മോഹമുള്ളവരുണ്ടെങ്കിൽ ഇപ്പം അങ്ങോട്ട് പോന്നോളൂ, ഇത് അവസാനത്തെ അവസരമാണെന്നും പറഞ്ഞു. പിണ്ടം വെക്കാൻ ആരെങ്കിലും ഉണ്ടാവും, ഇങ്ങോട്ട് പോന്നാലെന്നും പറഞ്ഞു. ഞെട്ടിപ്പോയി കൗരവന്മാര്. അങ്ങനെ ശ്രദ്ധിച്ച് ശുണ്ഠിയിട്ടെങ്കിൽ വർത്തമാനം പറഞ്ഞപ്പം ഒരുത്തരം ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു. ആരാണല്ലോ ഈ ധൃതരാഷ്ട്രക്ക് ഒരു വൈശ്യ സ്ത്രീ ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകന്റെ പേരാണ് യുയുത്സു. അവൻ ഇങ്ങോട്ട് പോകുന്നു. അത് നന്നായി. ഒട്ട പിണ്ടമൊക്കെ ഇമ്പണ്ടായി. വൈശ്യ സ്ത്രീ ഉണ്ടായ മകനാണെങ്കിലും DNA ടെസ്റ്റ് കൊണ്ട് ഇതിൽ പെടുമല്ലോ. ശരിയല്ലോ. അപ്പൊ ഇതാണ് എന്ത്. അപ്പൊ ശത്രുപക്ഷത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗുരുഗുരുവാണ്, മുത്തശ്ശൻ മുത്തശ്ശനാണ്, ജ്യേഷ്ഠൻ ജ്യേഷ്ഠനാണ്, അമ്മാവൻ അമ്മാവനാണ്. അതൊക്കെ വിരുദ്ധമുള്ളവരാണ്. അവരൊക്കെ ചെന്ന് തൊഴുത് നമസ്കരിക്കാനുള്ളൊരു ഈ അവിടെ നിന്ന് കിട്ടിയ ഊർജം കൊണ്ടാണ് അവർ തിരിച്ചെന്ത് ചെയ്തത്, യുദ്ധത്തില് ജയിച്ചത്. ഇതൊരു സമ്പ്രദായമുണ്ട്. ഭീഷ്മരും പരശുരാമനും കൂടി പണ്ട് അമ്പയുടെ കാര്യം പറഞ്ഞൊരു ഗംഭീര യുദ്ധം ഉണ്ടായിരുന്നു. അന്നും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഭീഷ്മർ ആദ്യം പോയി എന്ത് ചെയ്തു, തൻ്റെ ശത്രുവായിട്ട് തന്നോട് എതിർക്കാൻ നിൽക്കണേ പരശുരാമനെ ചെന്ന് നമസ്കരിച്ചു. ഗുരുനാഥ, എനിക്ക് വിജയം ആശംസിക്കണം എന്ന് പറഞ്ഞു. ഭീഷ്മർ പറഞ്ഞു, എനിക്ക് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആശംസിക്കുക, വിജയം ആശംസിക്കില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ അതിനാ വന്നതെന്ന് പറഞ്ഞു. ഞാൻ വിജയിക്കാനല്ലേ വന്നത്, പിന്നെ എനിക്ക് വിജയം എന്ന് പറഞ്ഞാൽ ഞാൻ തോറ്റു വിജയി. അതൊരു ഞാൻ ജയിക്കായിരുന്നു. നീ ഇവിടെ വന്നിട്ട് എന്നെ നമസ്കരിച്ചാർന്നില്ല ശരി, നീ ഇവിടെ വരുമ്പോൾ ഞാൻ ശപിച്ച് ഭസ്മാക്കിയിരുന്നുണ്ടോ എന്ത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിരുന്നു. എന്ത് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക. മനസ്സിലായില്ലേ? നമ്മൾ ആരെയൊക്കെ ബഹുമാനിക്കണം. വിനയം കാണിക്കേണ്ട ദിക്കിൽ വിനയം കാണിക്കുക, ധീരത കാണിക്കേണ്ട ദിക്കിൽ എന്ത് കാണിക്കാവൂ, ധീരത കാണിക്കാവൂ, വിനയം കാണിക്കേണ്ട ദിക്കിൽ ധീരത കാണിക്കരുത് എന്നാണ് പറഞ്ഞത്. ഈ സമ്പ്രദായം അതാണ് നമ്മളെ പറഞ്ഞത്. ഈ നമസ്കരിക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ, അതായത് ഈ ദേഹം ഇപ്പോൾ ഇവിടെ നമ്മുടെ പൊതുവേ നമ്മുടെ നാട്ടിലുള്ളൊരു സമ്പ്രദായമാണ് മുതിർന്നവരെയൊക്കെ നമസ്കരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ പാദത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും ആ സമ്പ്രദായത്തിലാണ് വലിയേട്ടനും എഴുത്തമ്മയും ഇവിടെ ഇരിക്കുന്നത്. അപ്പം പാദത്തിൽ നമസ്കരിക്കുമ്പം ഈ ആഭരണം ഞാൻ കണ്ടിട്ടുണ്ട്, അത് എഴുത്തമ്മയുടേതാണ് എന്ന് പറഞ്ഞ് തൊഴുത് ലക്ഷ്മണൻ 14 കൊല്ലം കാട്ടിലും 13 കൊല്ലം നാട്ടിലും ആരുടെ കൂടെ കഴിച്ചിട്ടുണ്ട്. ലക്ഷ്മണൻ എപ്പോഴും രാമൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. രാമൻ്റെ കൂടെ എപ്പോഴും ആരും ഉണ്ടാവും, സീത ഉണ്ടാവില്ലേ. ഇത്രയും കാലം നടന്നിട്ടും ഈ ആഭരണങ്ങൾ സീതയുടേതാണോ അല്ലേ എന്ന് അറിയാൻ സീതയുടെ ദേഹത്തേക്ക് ആരും നോക്കിയിട്ടില്ല. മാല കാണണമെങ്കിൽ കഴുത്തിലേക്ക് നോക്കണം, കമ്മല് കാണണമെങ്കിൽ കാവിളത്തേക്ക് നോക്കണം, കമ്പളിക്ക് നോക്കിയാലേ കമ്മല് കാണുള്ളൂ. വള കാണണമെങ്കിൽ കൈമ്പളിക്ക് നോക്കണം, പിന്നെ ഈ തോൾവള കൈയൂരം കാണണമെങ്കിൽ ഈ ഭാഗത്തേക്ക് നോക്കണം. ഇവർക്ക് നല്ല നോക്കിയിട്ടില്ല.
ലക്ഷ്മണൻ നോക്കിയില്ല. ലക്ഷ്മണൻ ഇടയ്ക്കേ നോക്കിയിട്ടുള്ളൂ. ശരിക്കുമ്പോൾ കാല് ഭാഗത്തേക്ക് നോക്കേണ്ട പറ്റില്ലല്ലോ. അവിടേക്ക് നോക്കി ഈ ആഭരണം എടുക്കുന്നേടെ കാണാം എന്ന് പറഞ്ഞ ലക്ഷ്മണൻ നമ്മുടെ കണക്കിൽ പെടണമെന്നല്ല. ഇത് കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും കൂടി ലക്ഷ്മണൻ്റെ ഈ മഹിമ ഇതുപോലെ പറഞ്ഞാണ്. അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു തീരുമാനമായി. സീതാദേവി ഇതൊന്നും കിട്ടിയപ്പോൾ തന്നെ തീരുമാനമായില്ല. പക്ഷെ ഇവിടെ വാൽമീകി വേറെ ഒന്നും പറയുന്നില്ല. ലക്ഷ്മണൻ മഹാനാണ്, കേമനോ ഒന്നും പറഞ്ഞില്ല. കേട്ടോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായില്ലോ. അറിയാമല്ലോ. ബാക്കി ചിന്തിച്ചുണ്ടാക്കിക്കോളും. ഇതാണ് ഇത്ര. എന്നിട്ട് ശേഷം ഇനി എന്തായത് എന്ത് ചെയ്തു എന്ന ഭാഗം നമുക്കിനി പറയാനുള്ളത്. ഈ ആഭരണങ്ങളൊക്കെ കണ്ടതിന് ശേഷം പിന്നീടുണ്ടായ സീതയെ പോയ വഴി അന്വേഷിക്കുക, ദുർഗാദിയുടെ കാര്യങ്ങൾ ഇത് നമുക്ക് നാളെ രാവിലെ